നമസ്കാരം. തനിക്കെതിരെ സ്വരാജ് പറഞ്ഞത് വിവരക്കേടാണെന്നും തിരുത്തണമെന്നും PV അൻവർ MLA. പാർട്ടി വിട്ടതുകൊണ്ടാണ് മാധ്യമങ്ങൾ അൻവറിന് വലിയ പ്രാധാന്യം നൽകുന്നതെന്ന് ഉൾപ്പെടെയാണ് സ്വരാജ് പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ല, ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. പിന്നീടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ, ജനം ചേർന്നൊരു പാർട്ടി ആവുകയാണെങ്കിൽ അതിൻ്റെ പക്ഷമാകും. അല്ല, ജനങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് അപ്പം ആലോചിക്കാം. എനിക്കതിൽ ധൃതിയില്ലല്ലോ. അതല്ലാതെ UDFന്റെ ഭാഗമാകില്ല എന്നൊരു പരിപാടി തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. KM ഷാജി കൊണ്ടുവന്ന് താങ്കളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വമൊക്കെ ഇടപെട്ട് ചില വ്യക്തികൾ ഇടപെട്ട് അത് മുടക്കിയെന്നാണ് ഉയരുന്ന ആരോപണം. അത് രാഷ്ട്രീയ നെക്സസിന്റെ ഭാഗമാണ് എന്നാണ് ലീഗിന് തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ വരുന്ന വിമർശനം. എന്താണ് അതിലൊരു എനിക്കതിനെപ്പറ്റി അറിയില്ല, അറിയാത്ത കാര്യം അതുകൊണ്ടൊന്നും പ്രതികരിക്കാൻ പ്രയാസം. താങ്കളെ മാഫിയ കയ്യേറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തെ മാധ്യമങ്ങൾ ഇന്ത്യൻ ബന്ധം ശരിക്കും ബന്ധം വിവേചിച്ചതോടെ താങ്കൾ വലിയ പരിഗണന നൽകുന്നു, തത്സമയ വാർത്തകൾ കൊടുക്കുന്നു എന്നാണ് സ്വരാജ് രൂക്ഷമായി വിമർശിക്കുന്നത്. ഇതാണ് രീതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ മാറിയാൽ ഇത് കമ്മ്യൂണിസ്റ്റ് നിന്നുകൊണ്ട് മാത്രം. നേരത്തെയും PV അൻവറിനെ MLA ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. സ്വന്തമാനത്തിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളോടോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോടോ സഹകരിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ CPM നിന്നുകൊണ്ടോ വേട്ടയാടി അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിവരക്കേടാണ്. കാരണം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, സ്വരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ഒന്നാമത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. ഞാൻ പാർട്ടി വിട്ട് പോയതല്ല, എന്നെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി പുറത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ ആദ്യം സ്വരാജ് പറഞ്ഞത് തിരുത്തണം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്വരാജ് പറയുന്നത്, ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ പത്രക്കാരത് ചൂണ്ടിക്കാണിച്ചു, ഇന്ന് നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കുന്നു. ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറയണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ ചെയ്തതിൽ ഈ പറയുന്നത് പോലെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ കക്ഷിയിലെയും ചില നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പത്രക്കാരായ നിങ്ങളും കൂടി. അങ്ങനെ എനിക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ, ഒരു സത്യം എഴുതാൻ ഒരു വില്ലേജ് ഓഫീസർക്ക്, തഹസിൽദാർക്ക്, ഒരു ജില്ലാ കലക്ടർക്ക് കൈവറക്കുകയാണ്. സത്യം എഴുതിയാൽ എന്താ? അൻവർ സ്വാധീനിച്ചു, അൻവറിന് പണം കൊടുത്തു, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വാധീനിച്ചു. ഒരാളും നീതി എഴുതിയിട്ടില്ലല്ലോ, ഒരു സത്യം എഴുതിയിട്ടില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോൾ ആദിവാസികളുടെ കുടിവെള്ളം ഞാൻ മുട്ടിച്ചു എന്ന കക്കാടംപൊയിൽ അതായിരുന്നു വലിയ വാർത്ത. ആ 28 കുടുംബം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ 28 കുടുംബം അന്ന് കലക്ടറെ പോയി കണ്ട് പറഞ്ഞതാ, ഇത് പൊളിക്കരുത്, ഈ കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നുകൊണ്ടാണ് ഞങ്ങളെ കോളനിയിൽ കുടിവെള്ളം കിണറിൽ കിട്ടുന്നത്. ഒരു ദിവസം അവർ പറഞ്ഞിരുന്ന. ഇപ്പോൾ നിങ്ങൾക്ക് പോയി ചോദിക്കാം, എന്താ റിപ്പോർട്ട്? കലക്ടറുടെ കുടിവെള്ളം മുടക്കി. 3 ആൾക്ക് ഉയരത്തിലുള്ള ഒരു തടയണയാണ് ഡാമാക്കിയത്. ചാലിയാർ പുഴ കെട്ടി തിരിച്ചു പറഞ്ഞിട്ടാണ്. ചിറാപുഞ്ചിയിലൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ ഷൂട്ടുകളായിരുന്നു നിങ്ങളിൽ പലരും കക്കാടംപൊയിലെ അൻവറിന്റെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇതൊക്കെ അവർക്ക് അറിയുന്നതല്ലേ. പിന്നെ അങ്ങനെ സ്വരാജ് പറയുന്നത് പറയട്ടെ, ഒരിക്കലും വേറെ സ്വരാജിൻ്റെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് ഞാനതിന് അതിര് വിട്ട മറുപടിയിലേക്ക് പോകുന്നില്ല. ഇപ്പം എല്ലാവരും അതിര് വിട്ട് പോവുകയാണെങ്കിൽ PV അൻവർ അതിരിൻ്റെ അപ്പുറം പോകും. അതൊക്കെ അവർക്ക് താങ്ങാൻ കഴിയുമെന്ന് അവരാലോചിച്ചു. നമ്മളൊരു മാന്യമായ പോക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ മാന്യതയുടെ സീമകൾ ലംഘിക്കാൻ പടയാളികളെ കളത്തിലിറക്കുകയാണെങ്കിൽ പടത്തലവൻ്റെ നേരെ തന്നെ വരും. ഞാൻ പടയാളിക്ക് നേരെയല്ല വരിക, പടത്തലവന്മാരുടെ നേരം വരും. അത് താങ്ങാൻ ശേഷിയില്ല ഒരു പടത്തലവനും.